നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് ലോകമെമ്പാടും ആരാധനയോടെ ഉറ്റുനോക്കിയവരാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് നേഴ്സുമാർ എന്നും നമ്മുടെ മാലാഖമാർ തന്നെയാണ്. എന്നാൽ അതിനു പിന്നിൽ അവർ വഹിക്കേണ്ടി വന്നിരുന്ന കഠിനമായ ജോലികൾ നാം അറിയാതെ പോകുന്നുവോ? അത്തരത്തിലൊരു വാർത്തയാണ് അറബ് രാഷ്ട്രത്തിൽ നിന്നും, പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കോവിഡ് കാലത്തെ കനത്ത ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും കാരണം നിരവധി നേഴ്സുമാർ ജോലി രാജിവെക്കാൻ ഒരുങ്ങുന്നതായുള്ള വിവരമാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ധാരാളം പേർ ജോലി രാജിവെച്ച് നാട്ടിൽ പോകാനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞതായാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച 60 പേരാണ് ജാബർ ആശുപത്രിയിൽ ജോലി രാജിവെക്കാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. പലരും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കാനഡ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ യോഗ്യതാ പരീക്ഷകളും മറ്റു മാനദണ്ഡങ്ങളും ലളിതമാക്കിയതാണ് അവിടേക്ക് ചേക്കേറാൻ പ്രൊഫഷണലുകളെ പ്രേരിപ്പിക്കുന്നത്. ചിലർ പ്രവാസം നിർത്തി നാട്ടിൽ പോകാൻ നോക്കുന്നു. ഭേദപ്പെട്ട ശമ്പളമുണ്ടായിട്ടും ജോലി രാജിവെക്കുകയോ മറ്റിടങ്ങളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പിന്നിൽ ജോലിഭാരവും മാനസിക സമ്മർദ്ദവുമാണെന്നാണ് പറയപ്പെടുന്നത്. കുവൈറ്റ് കോവിഡ് വ്യാപനം തുടങ്ങിയതോടെ 3 ഷിഫ്റ്റുകളിലായി ജോലി ചെയ്തു വന്നിരുന്ന നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ മുതൽ ഡോക്ടർമാരടക്കമുള്ളവർ ഇപ്പോൾ 12 മണിക്കൂറോളം തുടർച്ചയായി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകളോളം PPE കിറ്റിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതിനാൽ ഭക്ഷണം ഉൾപ്പെടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും യഥാസമയത്ത് നിർവഹിക്കാനാവാതെ പ്രയാസപ്പെടുകയാണിവർ. ഒരു വിഭാഗം ആരോഗ്യ ജീവനക്കാർക്ക് ക്വാറന്റൈനിൽ പോവേണ്ടി വരുന്നത് ബാക്കിയുള്ളവരുടെ ജോലിഭാരം ഇരട്ടിപ്പിക്കുകയാണ്. നേരത്തെ അവധിക്ക് നാട്ടിൽ പോയവർക്ക് തിരിച്ചു വരാൻ കഴിയാത്തതും തിരിച്ചടിയായിരിക്കുന്നു. ഇവരെ പ്രത്യേക വിമാനങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാൻ ആരോഗ്യ മന്ത്രാലയം പ്രത്യേക പദ്ധതിയും തയ്യാറാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഏതാനും പേർ ഇതിനോടകം തന്നെ ഇങ്ങനെ തിരിച്ചെത്തുകയുണ്ടായി. കുടുംബം കൂടെയില്ലാതെ ജീവിക്കുന്ന ബഹുഭൂരിഭാഗം വരുന്ന ജീവനക്കാർക്ക് നാട്ടിൽ വാർഷികാവധിക്ക് പോകാനുള്ള അനുമതി അനന്തമായി നീളുന്നു. ജോലിഭാരത്തോടൊപ്പം ഇതുകൂടി വന്നപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഭൂരിഭാഗം പേരും കഴിയുന്നത്. കുടുംബത്തോടൊപ്പം താമസിക്കുന്നവർ പലരും കോവിഡ് ഭീതി കാരണം കുടുംബത്തെ നാട്ടിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം കഴിയുന്നവർ മുറിയിലെത്തിയാൽ മക്കൾക്കും മാതാപിതാക്കൾക്കും തങ്ങളിലൂടെ കോവിഡ് ബാധയേൽക്കുമോ എന്ന ആദിയിലുമാണ്. ശൈത്യകാലം കൂടി വരുന്നതോടെ കോവിഡ് വ്യാപനം ഗണ്യമായി വർദ്ധിക്കാനും ജോലിഭാരം ഇരട്ടിക്കാനുമുള്ള സാധ്യത കൂടി മുന്നിൽ കാണുകയാണ് ഇവർ. ജീവൻ രക്ഷിക്കാനുള്ള സാമൂഹിക ദൗത്യം എന്ന നിലയിൽ കാണുന്നത് കൊണ്ടാണ് പ്രയാസം സഹിച്ചും ആരോഗ്യ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യുന്നത്. കോവിഡ് പ്രതിരോധത്തിനായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം കഠിനാധ്വാനം ചെയ്യുകയാണ്. അസാധാരണ സാഹചര്യത്തിൽ ജീവനക്കാരെ കൊണ്ട് അധിക ജോലി ചെയ്യിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ് എന്നത് കാണുവാൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.